കൊല്ലം ആയൂരിൽ വസ്ത്ര വ്യാപാരശാലയിലെ ഉടമസ്ഥനും അതിന്റെ മാനേജരായിട്ടുള്ള യുവതിയും തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. രാവിലെ 9:30ഓടെയാണ് കട തുറക്കണമെന്ന സ്റ്റാഫുകളാണ് വിവരം അറിയുന്നത്. ഉടൻ തന്നെ ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കട നടത്തുന്ന യുവാവ് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ആളാണ്. ഇദ്ദേഹം കഴിഞ്ഞ 1 വർഷക്കാലമായി ആയൂരിൽ കൊട്ടാരക്കര റോഡിലാണ് സ്ഥാപനം നടത്തി വരുന്നത്. ഈ യുവതി പള്ളിക്കൽ സ്വദേശിയാണ്. ഇവരെ വിവാഹം ചെയ്തുകൊണ്ടുവന്നത് ചടയമംഗലത്താണ്. ഈ ഷോപ്പ് ലാവിഷ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ഈ ഷോപ്പ് നടത്തുന്ന കടയുടെ ഉടമസ്ഥനായിട്ടുള്ള ആള് ചടയമംഗലത്തെ ഒരു ഫർണിച്ചർ കടയുടെയും പാർട്ണർഷിപ്പ് ഉണ്ടെന്നാണ് കിട്ടുന്ന വിവരം. അവിടെ ആദ്യമായി ജീവനക്കാരിയായിട്ടിരുന്ന യുവതിയാണ്. പിന്നീട് അവരെയാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ 1 വർഷക്കാലമായി ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ചു വരുന്ന സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പ്രാഥമികമായ ഒരു അന്വേഷണത്തിലാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായാൽ മാത്രമേ മരണകാരണത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള യുവാവും പള്ളിക്കൽ സ്വദേശിയായിട്ടുള്ള യുവതിയും ഷോപ്പിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ളൊരു വലിയൊരു സംഭവമാണ് നമുക്ക് പ്രാഥമികമായി പറയാൻ പറ്റുന്നത്. ഇവിടെ ആയൂരില് ഇവിടെ 1 വർഷത്തോളമായി ഇവിടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് ലാവിഷ് എന്ന് പറയുന്ന മുൻകിടയാണ്. ഇവിടെ ഒരു ഞാൻ അറിയാൻ കഴിഞ്ഞത് തേവന്നൂരുള്ള ഒരു സ്റ്റാഫും അതുപോലെ തന്നെ മലപ്പുറത്തുള്ള ഒരാളാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതിന് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി അറിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇവിടെ യാതൊരു വിവരവും സംഘടനയുമായി യാതൊരു ബന്ധമോ നമുക്ക് ഇവിടെ ഈ കടയുമായി ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെ അറിയാൻ കഴിയുന്നത് ഇവിടെ ഈ തുണിക്കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുറംലോകവുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഈ കട നടന്നുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ അറിയുന്നത്. തീർച്ചയായിട്ടും വളരെ വിഷമകരമായ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടുത്തെ ഈ മലപ്പുറത്തുള്ള ഈ മാനേജരും അതുപോലെ തന്നെ മാനേജരെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ ഈ തേവന്നൂർ സ്വദേശിയായ ഇവിടുത്തെ തൊഴിലാളി മാനേജരായിട്ടിരിക്കുന്ന തൊഴിലാളി സ്ത്രീയുമാണ് മരണപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ദാരുണമായ ഈ സംഭവത്തിൽ ബാക്കി കാര്യങ്ങളെ പോലീസ് അന്വേഷിച്ചു വരുന്നതെന്ന് ബാക്കി കാര്യങ്ങൾ കുറയാതെ നമുക്കറിയാവുന്നത്.